ഡെയിലി ഈഷ്. ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതിനു മുമ്പും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോസൊക്കെ ഇംഗ്ലീഷിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ഒരു പരീക്ഷണമാണ്. ഇനി മുതൽ അങ്ങ് മലയാളത്തിൽ അങ്ങ് വീഡിയോ ചെയ്തേക്കാം എന്നാണ് ഐഡിയ. അത്യാവശ്യം കുറച്ച് തമിഴും അറിയാം. അപ്പോൾ പിന്നെ ഇനി തമിഴിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ തമിഴിലും അങ്ങ് ചെയ്തേക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ. അപ്പോൾ ഈ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീക്കെൻഡ് കുറച്ച് സിനിമകളൊക്കെ കണ്ടു. എങ്കിൽ പിന്നെ ആ സിനിമയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കണ്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിജയിൻ്റെ ഗോട്ട്, അതിനുശേഷം ഇപ്പോൾ ഒരു പടം കണ്ട് തീർത്തേയുള്ളൂ, കില്ലെന്ന് പറഞ്ഞൊരു പടം. ഈ 2 പടത്തിനെക്കുറിച്ചും സംസാരിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഈ ഗോട്ട് പടം ഈ നേരം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോഴാണ് കണ്ടത്. കുറച്ച് മുമ്പ് തന്നെ കാണണമെന്ന് വിചാരിച്ചു. പിന്നെ പഴയ പോലെ ഈ സിനിമയുടെ മേലുള്ള ക്രേസൊന്നും ഇപ്പം ഇല്ല. പണ്ടൊക്കെ വന്നിട്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു സിനിമ ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിൽ കണ്ടു തീർത്തില്ലെങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റില്ലായിരുന്നു. അതായിരുന്നു സ്ഥിതി. പ്രത്യേകിച്ച് ഈ ടോപ്പ് സ്റ്റാർസിൻ്റെ മൂവീസ്. രജനീകാന്ത്, എൻ്റെ ഫേവറേറ്റ് രജനീകാന്താണ്. സോ രജനീകാന്ത്, വിജയ്, അജിത്ത്, ധനുഷ്, വിക്രം. ഞാൻ പൊതുവേ അധികം തമിഴ് സിനിമയാണ് കാണാറ്. മലയാളം സിനിമ അത്ര ഫ്രീക്വൻ്റായി കാണാറില്ല. പിന്നെ തിയേറ്ററിൽ പോയി ജനറലായിട്ട് കാണുന്ന പടം ലാലേട്ടൻ്റെ പടം കാണും. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പടം ഭയങ്കര ഹിറ്റാവണം, അപ്പോൾ പിന്നെ പോയി കാണും. അല്ലെങ്കിൽ മലയാളം സിനിമ കാണുന്നത് കുറച്ച് കമ്മിയാണ്. തമിഴ് പടങ്ങളും ഇംഗ്ലീഷുമാണ് ഓൾമോസ്റ്റ് നിറയെ കാണാറ്. എനിക്ക് വെങ്കട് പ്രഭു എന്നുള്ള ഡയറക്ടറിൻ്റെ മേലെ നല്ലൊരു വിശ്വാസമുള്ള ആളാണ്. അങ്ങേരുടെ നിറയെ പടങ്ങൾ നല്ല ഹിറ്റുമാണ്. ഇപ്പോൾ അങ്ങേരുടെ ഇതിനു മുമ്പ് റിലീസായ പടം ഇതാണ് തോന്നുന്നു, എന്താണത്, മാനാടൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. അതിന് മുമ്പ് കുറച്ച് 1-2 ഫ്ലോപ്പ് പടങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മാസൊക്കെ അങ്ങേരാണ് എടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. അതൊന്നും തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റില്ല. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുമുണ്ട്. എന്താ പറയുക, ഇങ്ങനെയുള്ള ചില പടങ്ങളൊക്കെ റിലീസായത് കൊണ്ടാണ് തിയേറ്ററിൽ പോകാനുള്ള ക്രേസ് കുറച്ചായി കമ്മിയായി വരാൻ തന്നെ കാരണം. ഇങ്ങനെ കുറച്ച് പടങ്ങൾ കണ്ടിട്ടുണ്ട്. മാസ്, പിന്നെ വന്നിട്ട് ഈ വിക്രത്തിൻ്റെ എന്താണ് ആ പടത്തിൻ്റെ പേര്, കോഴി പോലെ ഒരു ഡ്രസ്സ് ഇട്ട് ചാടി കളിക്കുന്ന പടം, എന്താ അത്, കന്ദസ്വാമി. ഇങ്ങനൊരു പടം. ഇങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. ഈ രാവിലെ എണിച്ച് പല്ല് തേച്ച്, ആ സമയത്ത് പിന്നെ കോളേജ് പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു, കാലത്തെണിച്ച് പല്ല് തേച്ച് ആഹാരം പോലും കഴിക്കാതെ ബസ്സിൽ കയറി. അപ്പോൾ പിന്നെ ഓൺലൈൻ ടിക്കറ്റിംഗ് പരിപാടിയൊന്നുമില്ലല്ലോ. അവിടെ പോയി ബസ് കയറി തിയേറ്ററിൻ്റെ അവിടെ പോയി ഇറങ്ങി തിയേറ്ററിൻ്റെ വെളിയിൽ ക്യൂ നിൽക്കണം. തിയേറ്ററിൻ്റെ വെളിയിൽ നിൽക്കണം, ഗേറ്റ് തുറന്നിട്ടുണ്ടാവില്ല. പിന്നെ ഗേറ്റ് തുറന്ന പിന്നെ ഗേറ്റ് മുതൽ ടിക്കറ്റ് കൗണ്ടർ വരെ ഓടണം. പോലീസുകാരുണ്ടാവും. ക്യൂ തെറ്റിച്ച് നിന്ന് കഴിഞ്ഞാൽ ലത്തി കൊണ്ട് നല്ല അടി കിട്ടും. ഈ ഓടിപ്പോയി സിനിമയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ ആഹാരം പോലും കഴിച്ചിട്ടില്ല, അങ്ങനെ പോയി സിനിമ കണ്ടു നോക്കുമ്പോൾ ഈ വല്ല കൂതറ പടമായിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ സിനിമകൾ കണ്ടപ്പോൾ മെല്ലെ ഈ സിനിമയുടെ മേലുള്ള ക്രേസൊക്കെ കമ്മിയാവാൻ തുടങ്ങി. പിന്നെ മനസ്സിലായി ഇവർ ചെയ്യുന്ന ഈ പ്രൊമോഷൻ ആ സമയത്തൊക്കെ പ്രൊമോഷൻസ് കാണുന്ന സമയത്ത് ഭയങ്കര ക്രേസാണ്. ഈ പ്രൊമോഷൻസൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ വീട്ടിലിരിക്കാൻ പറ്റില്ല. അയ്യോ, ഇതെന്തോ വലിയ സംഭവമാണ്, ഈ സംഭവം ഇപ്പം തന്നെ കാണണം, ഇപ്പം കണ്ടില്ലെങ്കിൽ തീർന്നു. ഇനി 4 പേര് പോയി സിനിമ കണ്ടിട്ട് വന്ന് അവർ ഈ കഥയൊക്കെ അങ്ങ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമ കണ്ടിട്ട് കാര്യമില്ല എന്നുള്ള പോലെ ഒരു തരം ക്രേസാണ്. ഇതൊക്കെ കണ്ട് ഈ പ്രൊമോഷനൊക്കെ കണ്ട് വിശ്വസിച്ച് പോയി പടം കണ്ട് പിന്നെ നല്ല വയറ് നിറച്ച് കിട്ടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. ഗോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു മോശം പടമല്ല, ഫ്ലോപ്പ് പടം, ബാഡ് മൂവി ഒന്നും പറയാൻ പറ്റില്ല. എൻ്റർടൈനിങ് ആണ് തീർച്ചയായിട്ടും. എനിക്കും വിജയനെ ഇഷ്ടമൊക്കെയാണ്. വിജയ് ഒരു സ്ക്രീൻ പ്രസൻസ്, നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ളൊരു ആളാണ്. അങ്ങേരുടെ പല മൂവീസും നല്ല എൻജോയ് ചെയ്ത് ഞാൻ കാണാറുമുണ്ട്. വെങ്കട് പ്രഭു എന്നുള്ള ആൾക്ക് ഇതിനേക്കാളൊക്കെ നല്ല ടാലൻ്റ് ഉണ്ട്. അങ്ങേര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബെറ്ററാക്കായിരുന്നു എങ്ങനെ ബെറ്ററാക്കായിരുന്നു എന്ന് ഞാൻ പറയില്ല. അതൊക്കെ സിനിമ എടുക്കാൻ അറിയുന്ന ആൾക്ക് എനിക്ക് പിന്നെ കുറച്ചും കൂടെ അങ്ങ് ബെറ്ററാക്കി എടുക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം.
നമ്മൾ പോയിട്ട് ഇങ്ങനെ കഥ പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കണ്ട വേറൊരു പടമാണ് കില്ലെന്ന് പറഞ്ഞ പടം. ഇത് എൻ്റെ ഓഫീസിലൊരു എൻ്റെ ഒരു കൊളീഗ്, എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് റെക്കമെൻഡ് ചെയ്ത പടമാണ് കില്ല്. നല്ല അടിപൊളി പടം. കുട്ടികളൊന്നും വെച്ച് കാണാൻ പറ്റില്ല, കാരണം പടത്തിൻ്റെ പേര് പോലെ തന്നെയാണ് സിനിമ ഫുള്ള് കില്ലാണ്, കില്ലോട് കില്ല്. പടം ആരംഭിച്ചത് മുതൽ അവസാനം വരെയും കില്ലാണ്. നല്ല ബ്രൂട്ടലായിട്ടുള്ള കില്ലിങ്സാണ്. ഹിന്ദി പടമാണ്, ഹോട്ട്സ്റ്റാറിലുണ്ട് ഈ പടം. സാധാരണ ഇങ്ങനത്തെ പടം എനിക്കറിഞ്ഞ് ഐ തിങ്ക് ഇന്ത്യൻ മൂവീസിൽ ഇങ്ങനൊരു ജോണറിൽ, അല്ലെങ്കിൽ ജോണറിൽ എന്ന് കൂടി പറയാൻ പറ്റില്ല, ഇങ്ങനൊരു ടൈപ്പ് മൂവി എനിക്കറിഞ്ഞ് ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വയലൻസ് മൂവീസൊക്കെ നിറയെ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു ചെറിയൊരു ഒരു 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 ചെറിയൊരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ ഒരു ഫുൾ വയലൻസ് പടം, അങ്ങനെ ഒരു പടം വന്നതായിട്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഉടനെ വരുന്ന പോലെ തോന്നിയില്ല. ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഈ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഈ വയലൻസ് പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ സോ പോലുള്ള പടങ്ങൾ, ഫൈനൽ ഡെസ്റ്റിനേഷൻ, റോങ് ടേൺ, ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് വയലൻസ്, ഈ രക്തം സ്ക്രീനിൽ തെറിക്കുള്ള പടങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. ഇവരെ കണ്ട് മടുത്ത് വെറുത്ത് നിർത്തിയതാണ് ഈ പരിപാടി. ഇപ്പം അങ്ങനത്തെ പടമൊന്നും കാണാൻ തോന്നുന്നില്ല. പക്ഷേ ഈ പടം വന്നിട്ട് കുറച്ച് പ്ലോട്ട് ഉണ്ടെങ്കിൽ കാണും. ഫോർ എക്സാമ്പിൾ ട്രെയിൻ ടു ബൂസാൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, സോംബി പടം. എനിക്ക് സോംബി മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ വേൾഡ് വാർ സെറ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, നല്ല അടിപൊളി പടമാണ്. അതേമാതിരി ട്രെയിൻ ടു ബൂസാൻ, വേറെ ചില സോംബി, ഈ കൊറിയക്കാർ നല്ല അടിപൊളിയായിട്ട് സോംബി പരിപാടിയൊക്കെ എടുക്കും. ഈ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടൊരു സീരീസ് ഉണ്ടല്ലോ, ഓൾ ഓഫ് അസ് ആർ ഡെഡ്. ഓൾ ഓഫ് അസ് ആർ ഡെഡ്, അതൊരു സ്കൂളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. സീസൺ 1 വന്ന് നല്ല 1.5 സീസണായിരുന്നു. സീസൺ 2 പിന്നെ വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിഞ്ഞൊരു 2 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുക. സീസൺ 2 വരുന്നില്ല, പക്ഷെ വരും. പക്ഷെ എപ്പോൾ വരും എന്നറിയില്ല. നല്ല അടിപൊളി പടമാണ്. വയലൻസ് ഓക്കെയാണ്, ബട്ട് അതിൻ്റെ ആ ഒരു പ്രൊമൈസ് വന്നിട്ട് കൺവിൻസിങ് ആയിരിക്കണം. ആ വയലൻസിനുള്ളൊരു റീസൺ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തീരുമാനിക്കും ഇങ്ങനെ അങ്ങ് കൊന്നളയാന്ന്, പിന്നെയാണ് ഇവർ കഥ തീരുമാനിക്കണം എന്നുണ്ടാവും ചില സിനിമകൾ കാണുമ്പോൾ. അങ്ങനെ ഉള്ളൊരു പടമല്ല അത്. ഈ പടം എനിക്കിഷ്ടമായി. 1 ലൈനറോ 2 ലൈനറിൽ ഈ സിനിമ എന്താണെന്ന് പറയുകയാണെങ്കിൽ, 2 ആർമി ഓഫീസേഴ്സ് അവർ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ആ ട്രെയിനിൽ വേറെയും കുറേ യാത്രക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ട്രെയിനിൽ വന്നിട്ട് ഒരു 40-45 പേര് ഉള്ള ഒരു കൊള്ള സംഘം ഈ ട്രെയിനിൽ കയറി ആൾക്കാരുടെ നിന്ന് സ്വത്തും കാര്യങ്ങളും പൈസയൊക്കെ അടിച്ചു മാറ്റിയിട്ട് പോകാനുള്ള ഒരു ഐഡിയയിൽ ഈ ട്രെയിനിൽ കയറുന്നു. അവർ അറ്റാക്ക് ചെയ്യുന്നു. ഈ ആർമി ഓഫീസേഴ്സ് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അവരുടെ ഇടയ്ക്ക് നടക്കുന്ന കോൺഫ്ലിക്ട്സ്, അതിൽ ആരൊക്കെ മരിച്ചു പോകുന്നു, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥയൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇവരുടെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ആർമി ഓഫീസേഴ്സ് ഇവരെ തിരിച്ചടിച്ച് പീസാക്കി കളയും ഈ സിനിമയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയൻസിന് വില്ലൻ്റെ മേലെ ഒരു റേജ് വരണം. ഓഡിയൻസിന് തന്നെ പോയി വില്ലന്മാരായിട്ട് അടിച്ച് തല്ലി പരിപാടി തീർക്കാൻ തോന്നണം. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു ഒരു മൂവി ആവില്ല. അതാണ് ഇങ്ങനെയുള്ള സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഈ വയലൻസിനുള്ളൊരു റീസൺ അത് നമ്മളുടെ മനസ്സിൽ എന്താ പറയുക, സീഡ് ചെയ്യാൻ സാധിക്കണം മേക്കേഴ്സിന്. അല്ലെങ്കിൽ അതൊരു ഫെയിലിയർ ആവും, അതൊരു കൺവിൻസിങ് ആയിട്ടുണ്ടാവില്ല. ഇതിൽ അത് കൺവിൻസിങ് ആണ്. അതുമില്ലാതെ അത് ഞാൻ കഥ പറയുന്നില്ല, പക്ഷേ നല്ലൊരു ഫുൾ എൻ്റർടൈനറാണ്. നല്ലൊരു 1.5 ആക്ഷൻ മൂവി, പവർ പാക്ഡ്, very fast moving. I loved it. Not every movie makers will be able to pull off this thing. For example, അസുരൻ എന്നൊരു പടം ഉണ്ടല്ലോ ധനുഷിൻ്റെ. അതിൽ ധനുഷ് ആ വില്ലൻസിനെ അവസാനം അങ്ങേര് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, റിവെഞ്ച് എടുക്കുന്ന സമയത്ത്
ഓഡിയൻസിന് ആ റേജ് ഉണ്ടാവും. ഓഡിയൻസിന് ദേ വിൽ ബി ക്ലാപ്പിംഗ്, ദേ വിൽ ബി ലൈക്ക് വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് ടു ഹാപ്പൻ. ആൻഡ് ധനുഷ് അത് തിരിച്ച് റിവെഞ്ച് എടുക്കുന്ന സമയത്ത് വിൽ ബി ലൈക്ക് മനസ്സ് നിറയും. ഈ ഒരു കൺവിൻസിങ്, ഈ ഒരു കൺവിക്ഷൻ കൊണ്ടുവരണം. അതാണ് അപ്പോഴേ അത് വിജയിക്കുള്ളൂ. ഇതേപോലെ ഒരു പടം ഇപ്പോൾ മിസ്സായ ഒരു പടം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ധനുഷിൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഈ ഒരു പടം ഉണ്ടല്ലോ, വാട്ട് ഈസ് ദാറ്റ് മൂവി, റായൻ. ഈ റായൻ പടത്തിൽ എനിക്ക് മിസ്സായത് അതാണ്. ഈ റിവെഞ്ചിനുള്ള റീസൺ അത് എന്താ പറയുക, അതിൽ എന്താ കഥ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം പൊതുവെ അത് ഒരു പുതിയ മൂവിയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ റിവെഞ്ച് പ്ലോട്ട്. സോ ഈ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു ഒരു പകയ്ക്ക് അല്ലെങ്കിൽ വന്നിട്ട് ഈ ഒരു കോൺഫ്ലിക്റ്റിന് ഒരു റീസൺ ഉണ്ടാവുമല്ലോ. ഈ റീസൺ ഡയറക്ടർ പറഞ്ഞ ഈ റീസൺ ഇറ്റ് ഈസ് നോട്ട് കൺവിൻസിങ് ഇനഫ്. ഇതെന്താ ഇപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ എന്തിനെ ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ഇത്ര വലിയ പ്രശ്നമാകും എന്നുള്ളൊരു പോലത്തെ ഒരു ഫീലിംഗ് വന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് ദാറ്റ് മൂവി വാസ് നോട്ട് ഗുഡ് ഇനഫ് ഫോർ മീ at least, because I expected more from Dhanush. Extraordinary ഷോ മേക്കറാണ് അദ്ദേഹം. അത് ആ കാര്യത്തിൽ മിസ്സായി. ആക്ടർ എന്നുള്ള രീതിയിൽ ഹീസ് ലൈക്ക് സൂപ്പർ. ബട്ട് ഈ ഒരു ഫിലിം കണ്ടപ്പോഴാണ് വെട്രിമാരൻ പോലുള്ള ഡയറക്ടേഴ്സ് എങ്ങനെയാണ് ഈ ഒരു അവരുടെയൊക്കെ റൈറ്റിങ്ങിൻ്റെ ആ ഒരു പവർ എന്താണ്, ധനുഷ് ഇനിയും എത്ര വളരേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് ആ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളതാണ്. പിന്നെ വേറൊരു പടം കണ്ടു, ജിയോ സ്റ്റോം എന്ന് പറഞ്ഞൊരു പടം. അത് ഈ നെറ്റ്ഫ്ലിക്സിലുള്ളൊരു പടമാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. അതൊരു ഇറ്റ്സ് നോട്ട് ഈവൻ എ ഗുഡ് ന്യൂ മൂവി, ജസ്റ്റ് എ ഫാസ്റ്റ് മൂവിങ് ഇംഗ്ലീഷ് മൂവി. ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് ഓക്കെ, ഇറ്റ് വാസ് എ ഓക്കെ മൂവി. അപ്പോൾ ഈ 3 പടങ്ങളാണ് ഈ വീക്കെൻഡ് കണ്ടത്. സോ തോട്ട് ഓഫ് ഷെയറിങ് ദാറ്റ് വിത്ത് യു ഓൾ. See you on next video.